ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സൈഡിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണ്. അത് കൂടുതലും നോമ്പുതുറ സമയത്താണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. തരി കാച്ചിയത് അല്ലെങ്കിൽ തരി കുറുക്കിയതെന്നൊക്കെ പറയും. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1 കപ്പ് ഫുൾ ഫാറ്റിൻ്റെ പാലാണ്, 250 ml കേട്ടോ, 1/4 കപ്പ് വെള്ളം, 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1.5 ടേബിൾ സ്പൂൺ വറുത്ത റവ, 2 ഏലക്ക പൊടിച്ചെടുത്തത്, കുറച്ച് കുങ്കുമപ്പൂ. ഇത് ഓപ്ഷനിലാട്ടോ. ഇനി ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, കുറച്ച് കശുവണ്ടിയും കുറച്ച് മുന്തിരിയും. ഇത് വറുക്കാൻ വേണ്ടിയിട്ട് ബട്ടറോ നെയ്യോ വേണം, 1/2 ടീസ്പൂൺ. ഒരു നുള്ളു ഉപ്പും കൂടെ വേണം. ആദ്യമേ ഒരു സോസ് പാൻ എടുക്കുക, അതിലേക്ക് പാൽ ഒഴിച്ചെടുക്കാം. ഒഴിച്ചേക്കുന്നത് ഫുൾ ഫാറ്റിൻ്റെ പാലാട്ടോ. വെള്ളം, പഞ്ചസാര, ഒരു നുള്ള് ഉപ്പ്. ഈ പാല് ഞാൻ സ്റ്റൗവിലിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിതിൻ്റെ അകത്ത് പഞ്ചസാര ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ പഞ്ചസാര ഒന്ന് അരിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്തേക്കുന്നത് 1 ഗ്ലാസ് പാലിന് 1/4 ഗ്ലാസ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ അത് ഫുൾ ഫാറ്റിൻ്റെ പാലായതുകൊണ്ട് കേട്ടോ. അല്ലാത്ത പാലാണെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ചേർത്തേച്ചാൽ മതി കേട്ടോ. പഞ്ചസാര ഒന്ന് അരിഞ്ഞ് വരണം. അപ്പോൾ ഇതാ ഇത് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഈ പാലൊന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. പാല് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന റവ ചേർക്കാം. അപ്പോൾ ഞാൻ ഈ ചേർത്തേക്കുന്ന റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടുമല്ലോ, അതാണ് കേട്ടോ ഞാൻ ചേർത്തേക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ സാധാ റവ മേടിച്ചിട്ട് വറുത്തിട്ടാലും മതി. ഈ റവ ഈ പാലിൻ്റെ അകത്ത് കിടന്നിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ഈ പാലൊരു തിക്കായിട്ട് വരും. നമ്മുടെ പാല് പിന്നെയും തിളച്ച് പൊങ്ങുന്നുണ്ട്. അപ്പോൾ തീയൊന്ന് ഇടയ്ക്കൊന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ മുകളിലോട്ട് തിളച്ചങ്ങോട്ട് ഒഴുകി വരും. അപ്പോൾ ചേർത്തേക്കുന്ന ആ റവ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ കുറച്ച് സമയം നമ്മളിങ്ങനെ ഇളക്കുമ്പോഴത്തേക്ക് അത് വെന്ത് വന്നോളൂ. അത് ഉപ്മാവൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേവിക്കത്തില്ലേ, അത്രയും സമയം തന്നെ മതി ഇതിൻ്റെ അകത്ത് വേവാനായിട്ട്. ഇപ്പോൾ ഈ ചേർത്തേക്കുന്ന റവ വെന്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ആ റവ വേകുന്ന അനുസരിച്ചിട്ട് നമ്മുടെ പാലും ഒന്ന് ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങും കേട്ടോ. ഇത് മതി. ഇത് ഒരുപാട് സമയമൊന്നും ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ റവ വേകുന്ന വരെ അതൊന്ന് തിളപ്പിച്ചേച്ചാൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ഏലക്കാപ്പൊടിയാണ്, അത് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് കുങ്കുമപ്പൂവാട്ടോ. അത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് സ്റ്റവ് ഓഫ് ചെയ്യുക, അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ കുങ്കുമപ്പൂവും കൂടെ കിടക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ആട്ടോ. ഇനി ഇതൊന്ന് വറുത്തിടണം. വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ. ഇതിലേക്ക് ആദ്യമേ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരണം. ഒരുപാടങ്ങ് കരിഞ്ഞൊന്നും പോകുന്നു വേണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയാൽ മതി. ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 4 എണ്ണം വരെയൊക്കെ ചേർക്കാം കേട്ടോ. ചേർത്തേക്കുന്ന ചെറിയ ഉള്ളി മൂത്തിട്ടുണ്ട്. ഇനി കശുവണ്ടി ചേർക്കാം. കശുവണ്ടി ഒന്ന് റോസ്റ്റായിട്ട് വരണം. ഇനി മുന്തിരി ചേർക്കാം. അപ്പോൾ ഇതും മൂത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ പാലിലേക്ക് ഒഴിക്കാം. സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ പാലിൻ്റെ ചൂട് ആറി തുടങ്ങിയിട്ടുണ്ട്. ആറുന്നതനുസരിച്ചിട്ട് ഇത് കുറുകി വരും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി, മുന്തിരി, ഉള്ളി ചേർക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തരി കുറുക്കിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ഒരു തരി കുറുക്കിയതാണ്. അപ്പോൾ നമ്മളിത് നമ്മൾ ജ്യൂസൊക്കെ കുടിക്കുന്ന പോലെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. ഇതിനി ഇരിക്കും തോറും ഇതിപ്പോൾ നല്ല ചൂടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ലൂസായിട്ടിരിക്കുന്നത്. ഇത് ആറും തോറും ഇതൊന്ന് കുറച്ചും കൂടെ കട്ടിയായിട്ട് വരും കേട്ടോ. ഇനി ഇതെല്ലാം നമുക്കിത് കുറുക്ക് പോലെയാണ് കഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ, ഇപ്പോൾ നമ്മൾ 1.5 ടേബിൾ സ്പൂൺ റവ ഇട്ടതിന് പകരം 2 ടേബിൾ സ്പൂൺ റവ ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറുക്ക് പോലെ കഴിക്കാൻ പറ്റും. അതും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഉണ്ടാക്കിയേക്കുന്ന ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരാൾക്കുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ ചെയ്തേക്കുന്നത് കേട്ടോ. നോമ്പ് തുറ സമയത്ത് ഇതുപോലെ തരി കുറുക്കിയത് ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഇത് നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്, അധിക സമയമൊന്നും വേണ്ട. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം നോമ്പ് തുറ സമയത്ത് മാത്രമല്ല, അല്ലാണ്ട് നമുക്കിതുപോലെ വിശക്കുന്ന ടൈമിലൊക്കെ, ഇപ്പോൾ വൈകിട്ടൊക്കെ ഇങ്ങനെ വിശക്കുകയൊക്കെ ആണെങ്കിലും ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ പാലും റവയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് കുടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ
അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്